Hello students, welcome back. നമ്മൾ ഇന്ന് തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത് നെറ്റ്വർക്ക് ലെയറിനെ കുറിച്ചായിരുന്നു. നെറ്റ്വർക്ക് ലെയർ സർവീസസ് എന്താണ്, നെറ്റ്വർക്ക് ലെയറിലുള്ള ഡിഫറെന്റ് പ്രോട്ടോകോൾസ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പോർട്ട് ലെയറിനെ കുറിച്ചാണ്. ഇത് നമ്മൾ പഠിച്ച TCP/IP ഡിഫറെന്റ് ലെയേഴ്സ് ഏതൊക്കെയായിരുന്നു? ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. സോ ഇന്ന് നമ്മൾ ട്രാൻസ്പോർട്ട് ലെയറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പഠിച്ചു തുടങ്ങുന്നത്. തേർഡ് മൊഡ്യൂളിൽ ആക്ച്വലി ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഡിഫറെന്റ് കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് തേർഡ് മൊഡ്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ആദ്യം നമ്മൾ ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഡിഫറെന്റ് സർവീസസ് ഏതൊക്കെയാണെന്നും പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിഫറെന്റ് ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾസും ആണ് പഠിക്കുന്നത്. ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ UDP, TCP ആൻഡ് SCTP. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാം. സോ ഡീറ്റെയിൽഡ് കണ്ടന്റ്സ് ഇതൊക്കെയാണ്. ട്രാൻസ്പോർട്ട് ലെയർ സർവീസസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, എൻകാപ്സുലേഷൻ ആൻഡ് ഡീകാപ്സുലേഷൻ, പുഷിംഗ്, ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ, കണ്ടീഷൻ കൺട്രോൾ, കണക്ഷൻലെസ് ആൻഡ് കണക്ഷൻ ഓറിയന്റഡ് സർവീസസ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ലെയർ സർവീസസ് എന്നുള്ളതിൽ പഠിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾസിനെ കുറിച്ച് പഠിക്കും. ഓക്കെ, സോ ഇന്ന് നമുക്ക് ബേസിക് സർവീസസിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാം. സോ ദിസ് ട്രാൻസ്പോർട്ട് ലെയർ ഇസ് ആക്ച്വലി ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ ലെയർ ആൻഡ് നെറ്റ്വർക്ക് ലെയർ. അത് നമുക്കറിയാം. ഓക്കെ, സോ ഇറ്റ് accept services from network layer and provide services to the application layer. Adana transport layer ennu parayunnathu. So it actually provides process to process communication. എങ്ങനെയാന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ലെയർ ആക്ച്വലി എന്താ നമ്മൾ പഠിച്ചു, ഒരു ഹോസ്റ്റ് ടു ഹോസ്റ്റ് ഡെലിവറി ആണ്. ഒരു സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷൻ വരെ ഡാറ്റ സെൻഡ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? നെറ്റ്വർക്ക് ലെയറിന്റെ ഡ്യൂട്ടിയാണ് നമ്മൾ പഠിച്ചു. ഇനി ആ ഒരു ഹോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഹോസ്റ്റിലെ ഏത് പ്രോസസ്സിനാണ് ഈ മീൻസ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ട്രാൻസ്പോർട്ട് ലെയർ. സോ ഇറ്റ് ഇസ് ആക്ച്വലി പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡർ ആര്? ട്രാൻസ്പോർട്ട് ലെയർ. മനസ്സിലായോ? സോ ഏത് പ്രോസസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പോർട്ട് നമ്പേഴ്സ്. നമ്മൾ ഏത് ഹോസ്റ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്തത്? IP അഡ്രസ് യൂസ് ചെയ്തു. അതുപോലെ ഇവിടെ യൂസ് ചെയ്യുന്നതാണ് പോർട്ട് നമ്പേഴ്സ്. അങ്ങനെ ഈ പോർട്ട് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, സോ നമുക്ക് സർവീസസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിലബസിൽ പറഞ്ഞിരിക്കുന്നതാണ് പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, അഡ്രസ്സിംഗ് ത്രൂ പോർട്ട് നമ്പേഴ്സ്, എൻകാപ്സുലേഷൻ ആൻഡ് ഡീകാപ്സുലേഷൻ, മൾട്ടിപ്ലെക്സിംഗ് ആൻഡ് ഡിമൾട്ടിപ്ലെക്സിംഗ്, ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ, കണ്ടീഷൻ കൺട്രോൾ, കണക്ഷൻലെസ് ആൻഡ് കണക്ഷൻ ഓറിയന്റഡ് സർവീസസ്. ഓക്കെ, സോ ഇന്ന് നമുക്ക് ഈ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷനും അതേപോലെ അഡ്രസ്സിംഗ് ത്രൂ പോർട്ട് നമ്പേഴ്സും എന്താണെന്ന് നോക്കാം. സോ എന്താണ് പ്രോസസ് എന്ന് പറഞ്ഞാൽ? ആക്ച്വലി ഇറ്റ് ഇസ് എൻ ആപ്ലിക്കേഷൻ ലെയർ എൻറ്റിറ്റി ദാറ്റ് യൂസസ് ദ സർവീസസ് ഓഫ് ട്രാൻസ്പോർട്ട് ലെയർ. അതായത് ഒരു സിസ്റ്റത്തില് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് അല്ലെ റൺ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഓരോന്നിന്റെ ഭാഗമായിട്ടുള്ള പ്രോസസ്സുകൾ ഉണ്ടാവും. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോസ്റ്റ് ടു ഹോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ? അത് ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ നേരത്തെ കണ്ട ക്ലയന്റ് സെർവർ അല്ലെ. അപ്പോ നെറ്റ്വർക്ക് ലെയറിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? ഈ ക്ലയന്റിൽ നിന്ന് സെർവറിലേക്കും സെർവറിൽ നിന്ന് ക്ലയന്റിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പൊ ഒരു പാക്കറ്റ് ഇവിടെ നിന്ന് അയച്ചു കഴിഞ്ഞാൽ, ക്ലയന്റിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് സെർവർ സൈഡിൽ എത്തിയെന്ന് എൻഷുർ ചെയ്യുന്നതും, അതേപോലെ സെർവർ സൈഡിൽ നിന്ന് ഒരു പാക്കറ്റ് എത്തി കഴിഞ്ഞാൽ അത് ക്ലയന്റിൽ എത്താനുള്ള ബെസ്റ്റ് എഫേർട്ട് ഡെലിവറിയാണ് നെറ്റ്വർക്ക് ലെയർ എടുക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി ക്ലയന്റിൽ എത്തിക്കഴിഞ്ഞാൽ ക്ലയന്റിൽ ഒരേ സമയം മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് പ്രോസസ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. ഇപ്പം എന്റെ സിസ്റ്റം എടുക്കുവാണെങ്കിൽ അതിലിപ്പോ ജിമെയിൽ ഓപ്പൺ ആയിരിക്കും, സൂം ഓപ്പൺ ആയിട്ടുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്തെ ഒരു മീഡിയ പ്ലെയർ ഓപ്പൺ, അങ്ങനെ പല പല ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആയിട്ടിരിപ്പുണ്ട്. ഒക്കെ ഒരു മെസ്സേജിങ് ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷൻ, ഇതിന്റെ ഒക്കെ പ്രോസസ്സുകൾ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഈ ഇവിടെ ഇപ്പൊ ഒരു ക്ലയന്റിൽ ഒരു പാക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ അത് ഏതിന്റെ തന്നെ ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ തീരുമാനിക്കുക? അതിന്റെ പ്രോസസ്സ് നോക്കിയിട്ട് ആ ഒരു കറക്റ്റ് പ്രോസസ്സിനാണ് അത് കൊടുക്കേണ്ടത്. പ്രോസസ് മീൻസ് എങ്ങനെ പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യുക? ഓരോ പ്രോസസ്സിനും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പോർട്ട് നമ്പർ ഉണ്ട്. അപ്പൊ ആ പോർട്ട് നമ്പർ വെച്ചിട്ടാണ് ഏത് പ്രോസസ്സിനാണ് ഈ പാക്കറ്റ് ഡെലിവർ ചെയ്യേണ്ടത്, അതിന് കിട്ടുന്ന ഡാറ്റ ഡെലിവർ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്.
ഓക്കെ, അതാണ് ഹോസ്റ്റ് ടു ഹോസ്റ്റ് കമ്മ്യൂണിക്കേഷനും പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം. ഈ ഡയഗ്രാം നിങ്ങൾ വരച്ചു വെക്കണേ. ഇനി നമുക്കറിയാം, നമ്മളൊരു ഹോസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എന്താ യൂസ് ചെയ്തത്? IP അഡ്രസ് അല്ലെ? ഓരോ ലെയറിലും ഓരോ അഡ്രസ്സിംഗ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഡാറ്റ ലിങ്ക് ലെയറിൽ MAC അഡ്രസ് ആണെന്ന് പറഞ്ഞു, നെറ്റ്വർക്ക് ലെയറിൽ IP അഡ്രസ് ആണെന്ന് പറഞ്ഞു. അതേപോലെ ട്രാൻസ്പോർട്ട് ലെയറിൽ യൂസ് ചെയ്യുന്നതാണ് പോർട്ട് നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ പോർട്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 16 ബിറ്റ്സ്. ഓക്കെ, 16 ബിറ്റ്സ് പറഞ്ഞാൽ മാക്സിമം നമുക്ക് 0 മുതൽ 65,535 വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ഈ 16 ബിറ്റുകൾ കൊണ്ട്. Okay, so most of this process to process communication happens to client server paradigm. അതായത് ഒരു റിക്വസ്റ്റ് ചെയ്യുന്ന ആള് ക്ലയന്റും ആ റിക്വസ്റ്റിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആള് സെർവറും ആയിരിക്കും. Okay, so this client server process are identified by this port number. ഈ പോർട്ട് നമ്പർ വെച്ചിട്ടാണ് ഓരോന്നിനെയും എന്താണ് ഓരോ പ്രോസസ്സിനെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരു പോർട്ട് നമ്പർ ആരാ പ്രൊവൈഡ് ചെയ്യുക? ഇന്ന ആൾക്ക് ഇന്ന പോർട്ട് എന്നുള്ളത് ആരാ പ്രൊവൈഡ് ചെയ്യുക? നമ്മൾ നേരത്തെ പഠിച്ച IP അഡ്രസ് പ്രൊവൈഡ് ചെയ്യുന്ന അതേ ഓർഗനൈസേഷൻ തന്നെയാണ് പോർട്ട് നമ്പറും ഡിവൈഡ് ചെയ്യുന്നത്. സോ ദിസ് ICANN, നമ്മൾ IP അഡ്രസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു. ICANN സ്റ്റാൻഡ്സ് ഫോർ ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ഇവരുടെ പോർട്ട്സ് ഡിവിഷൻ ആണ് പോർട്ട് നമ്പേഴ്സ് എങ്ങനെയാണ് അസൈൻ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അങ്ങ് വെറുതെ അങ്ങ് അസൈൻ ചെയ്യുന്നില്ല, അതിനൊരു എന്താ പറയാ വ്യക്തമായ ഒരു സീരീസ്, അതായത് അസൈൻമെന്റ് പോളിസി ഉണ്ട്. 0 to 1023 വരെയുള്ള ആദ്യത്തെ 1024 എണ്ണം വെൽ നോൺ പോർട്ട് നമ്പേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പ്രീ സെറ്റ് ആണ്. ഓക്കെ, 0 to 1023 വരെയുള്ള 1024 എണ്ണം. ഓക്കെ, ഇത് വെൽ നോൺ പോർട്ട് നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, പിന്നെയുള്ള 1024 മുതൽ 49,151 വരെയുള്ളത് രജിസ്റ്റേർഡ് പോർട്ട് നമ്പേഴ്സ്. ഓരോരുത്തരും അവരുടെ ഇപ്പൊ മൈക്രോസോഫ്റ്റ് ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, അങ്ങനെ ഗൂഗിൾ ആയിക്കോട്ടെ, ഓരോരുത്തരും അവരുടേതായ അപ്ലിക്കേഷൻസിനനുസരിച്ച് പോർട്ട് നമ്പേഴ്സ് രജിസ്റ്റർ ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ICANN-ലാണ് അത് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അവരുടെ പോർട്ട് ഡിവിഷനിൽ. അപ്പൊ അവരാണ് എന്ത് അത് സാങ്ഷൻ ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല. ഒരേ പോർട്ട് നമ്പർ രണ്ടുപേരും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. രണ്ട് ആപ്ലിക്കേഷൻ ഒരേ പോർട്ട് നമ്പർ വരാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ പോർട്ട് നമ്പേഴ്സ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡയനാമിക് ഓർ പ്രൈവറ്റ്, അതായത് റൺ ടൈമിൽ ഉപയോഗിക്കുന്ന ചില പോർട്ട് നമ്പേഴ്സ്, അതായത് 49,150 ടു ലാസ്റ്റ് 65,535 വരെയുള്ള പോർട്ട് നമ്പേഴ്സ് ആണ് ലാസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, സോ ഇത്രയാണ് പോർട്ട് നമ്പേഴ്സിന്റെ ഒരു ബേസിക്സ്. ഇനി നമുക്ക് ഈ അതായത് ആദ്യത്തെ വെൽ നോൺ പോർട്ട് നമ്പേഴ്സ് നമ്മൾ പറഞ്ഞു 0 to 1023 ആണെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് രജിസ്റ്റേർഡിൽ വരുന്നത് 1024 മുതൽ 49,151 വരെയാണെന്ന് പറഞ്ഞു. ഓക്കെ, അതില് ഈ വെൽ നോൺ പോർട്ട് നമ്പേഴ്സിലെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പോർട്ട് 80 HTTP സെർവർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പോർട്ട് 80 HTTP സെർവർ എന്ന് പറഞ്ഞാൽ അത് അതിന് പ്രീ സെറ്റ് ആണ്, വെൽ നോൺ ആയിട്ട് അറിയപ്പെടുന്നതാണ്, അത് മാറില്ല. അതേപോലെ സപ്പോസ് SMTP എന്ന് പറയുന്ന മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളിന് 25 ഫിക്സ്ഡ് ആണ്. നമ്മൾ പഠിച്ച DHCPയുടെ 67ഉം 68ഉം DHCP സെർവറും ക്ലയന്റിനും വേണ്ടിയിട്ട് അസൈൻഡ് ആണ്. അതേപോലെ FTPക്ക് വേണ്ടിയിട്ട് 2021. അപ്പൊ അങ്ങനെ പ്രീ സെറ്റ് ആയിട്ടുള്ളതാണ് ഈ വെൽ നോൺ പോർട്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ വരുന്നതാണ് ഈ രജിസ്റ്റേർഡ് പോർട്ട് നമ്പേഴ്സ്. ഓരോരുത്തരും അവരവർക്ക് വേണ്ട പോർട്ട് നമ്പേഴ്സ്, അതായത് ഓരോ ഓർഗനൈസേഷനും അവരവർക്ക് വേണ്ട പോർട്ട് നമ്പേഴ്സ് രജിസ്റ്റർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ വെൽ നോൺ പോർട്ട് നമ്പേഴ്സ് അടിച്ചപ്പം ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു രജിസ്റ്റേർഡ് പോർട്ടിനുള്ള സയൻസ് ഡയറക്റ്റിന്റെ ഒരു ലിങ്കും പിന്നെ വിക്കിപീഡിയയുടെ ഒരു ലിങ്കും വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഈ രജിസ്റ്റേർഡ് പോർട്ട് നമ്പേഴ്സ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഈ സൈറ്റിൽ പോയി നോക്കാം. ഇതില് കുറെ പോർട്ട് നമ്പേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു 67, 68 ഒക്കെ DHCP ആണെന്ന് പറഞ്ഞു. അതേപോലെ 53 DNS ആണ്. ഓക്കെ, 167 SNMP, അങ്ങനെ കുറെ പോർട്ട് നമ്പേഴ്സ് ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1023 വരെയുള്ള കാര്യങ്ങൾ.
ഇനി 1024 മുതൽ ഉള്ളത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഓരോ കമ്പനീസ് അവരവർക്ക് വേണ്ടതൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുറെ പോർട്ട് നമ്പേഴ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ എന്താണ് നമുക്ക് ആ റൺ ടൈമിൽ ചെയ്യാൻ പറ്റുന്ന, അതായത് ഡൈനാമിക് ആയിട്ട് പ്രൈവറ്റ് ആയിട്ടോ അസൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ലാസ്റ്റ് ക്ലാസ് ഓഫ് പോർട്ട് നമ്പേഴ്സ്. ഇനി ഈ വിക്കിപീഡിയ ലിങ്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതില് കുറെ പോർട്ട് നമ്പേഴ്സ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 25 SMTP ആണ്, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണെന്ന് പറഞ്ഞു. അതേപോലെ 2021 നമ്മൾ പറഞ്ഞു FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കുക കേട്ടോ. ഈ ലിങ്കിലൂടെ 80 എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ HTTP. അങ്ങനെ പോയി 1023 വരെ ഉള്ളത് ഏത് ക്ലാസ്സിൽ വരുന്നതാണ്? പിന്നെ വെൽ നോൺ പോർട്ട് നമ്പേഴ്സ് എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1024 മുതൽ ഉള്ളത് അടുത്ത ക്ലാസ് ഓഫ്, അതിലിപ്പോ നിങ്ങൾക്ക് അറിയാം IPsecൻ്റെതാണ് 1293 IPsec ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചത്. പിന്നെ അതേപോലെ മൈക്രോസോഫ്റ്റ് സിസ്റ്റം സെന്റർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആസ് 1270. ഓക്കെ, ഇനി അപ്പാഷെ ഡർബി നെറ്റ്വർക്ക് സെർവറിന്റെ 1527. നിങ്ങൾ ഇതിലൊന്ന് പോയി നോക്കുക. ആപ്പിൾ പുഷ് നോട്ടിഫിക്കേഷൻ സെർവേഴ്സ് 2195. ഇതൊക്കെ ഇവർ രജിസ്റ്റർ ചെയ്തിട്ട് കിട്ടുന്ന ICANN രജിസ്റ്റർ ചെയ്തിട്ട് കിട്ടുന്ന പോർട്ട് നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഏതുവരെ ഉള്ളത് ഇതിൽ വരും? ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത്, ഒരുപാട് കമ്പനീസ് അവരുടേതായ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടുള്ള പോർട്ട് നമ്പേഴ്സ് രജിസ്റ്റർ ചെയ്ത് 49,151 വരെ ഉള്ളത് രജിസ്റ്റേർഡ് എന്നുള്ള ക്ലാസ്സിൽ വരും. ഓക്കെ, പിന്നെ അടുത്തത് ഡൈനാമിക് പ്രൈവറ്റ് ഓർ എഫിമെറൽ പോർട്ട്സ്. ബാക്കിയുള്ള ക്ലാസ് ഓഫ് അഡ്രസ്സുകൾ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ വെൽ നോൺ പോർട്ട്സ് 0 to 1023 വരെ അസൈൻഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ICANN. Then അടുത്തത് രജിസ്റ്റേർഡ് പോർട്ട്സ്, they can be registered with ICANN to prevent duplication. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഒരു എക്സാമ്പിൾ 2196 ആപ്പിൾ പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ്. ദെൻ ഡൈനാമിക് പോർട്ട്സ് നമ്മൾ പറഞ്ഞത് 49,152 മുതൽ 65,535 വരെ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ടെമ്പററി ഓർ പ്രൈവറ്റ് പോർട്ട് നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഈ 3 ക്ലാസ്സസ് നിങ്ങൾ ഓർത്ത് വെക്കണേ. ബി അതോറിറ്റിയും കൂടെ ICANN, നമ്മൾ IP അഡ്രസ് ആണെങ്കിലും പോർട്ട് നമ്പേഴ്സ് ആണെങ്കിലും അസൈൻ ചെയ്യുന്നത് ഇവർ ICANN ആണ്. ഓക്കെ, mostly clients use ephemeral ports, also called short-lived ports, which will be greater than 1023. Okay, അപ്പൊ ഇവിടെ ഒരു ക്ലയന്റ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ സെർവർ സൈഡിലുള്ള ഒരു വെൽ നോൺ ആയിട്ടുള്ള പോർട്ട് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു വലിയ നമ്പർ, ഒരു എഫിമെറൽ പോർട്ട് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, പ്രൈവറ്റ് ആയിട്ടുള്ള പോർട്ട്. ഓക്കെ, അതായത് ഡൈനാമിക് ആയിട്ട് അസൈൻ ചെയ്യുന്നത്. ഇപ്പൊ 52,000 എന്നുള്ളതാണ് ഇവിടെ ഒരു ഡേ ടൈം ക്ലയന്റ്, അതായത് ഇപ്പൊ ടൈം അറിയാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ, ഒരു സൈറ്റില് റൺ ടൈമിൽ ടൈം അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ. അപ്പൊ അതില് അവരുടെ ഒരു ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് സോഴ്സ് പോർട്ട്, ഡെസ്റ്റിനേഷൻ പോർട്ട്, ഡാറ്റ, ഇങ്ങനെയാണ് ഒരു ഡാറ്റ ഇതിലേക്ക് പോവാ. ഓക്കെ, അപ്പൊ ഇത് റിസീവർ സൈഡിൽ അല്ലെങ്കിൽ സെർവർ സൈഡിൽ എത്തുന്ന സമയത്ത് ഇത് കാണുമ്പോൾ എന്ത് മനസ്സിലാവും? 30 എന്ന് പറയുന്ന പ്രോസസ്സിലേക്കാണ് കൊടുക്കേണ്ടതെന്ന് ട്രാൻസ്പോർട്ട് ലെയറിന് മനസ്സിലാവും. സോ അതിലേക്ക് ഡെലിവറി. ഇനി അവിടുന്ന് റിപ്ലൈ വരുന്ന സമയത്ത് അതിന്റെ സോഴ്സ് അഡ്രസ് 13 ആയിരിക്കും, കാരണം ഇവിടെ നിന്നാണ് സെൻഡ് ചെയ്യുന്നത്. അതിന്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ് എന്ന് പറഞ്ഞാൽ ഇയാളായിരിക്കും, ഇവിടെ നിന്നാണ് പോയത്. സോ അത് വെച്ചിട്ട് ഒരു റിപ്ലൈ പോവും വിത്ത് ഡാറ്റ. ഓക്കെ, സോ ക്ലയൻസ് നമുക്കറിയാം, സം കൈൻഡ് ഓഫ് അപ്ലിക്കേഷൻസിന് ക്ലയന്റ് വെൽ നോൺ പോർട്ട്സ് യൂസ് ചെയ്യും. അതിനൊരു എക്സാമ്പിൾ ആണ് DHCP. ഓക്കെ, അതിൽ ക്ലയന്റ് 68ഉം സെർവർ 67ഉം യൂസ് ചെയ്യും. സോ മോസ്റ്റ്ലി സെർവേഴ്സ് യൂസ് വെൽ നോൺ പോർട്ട്സ്. നമ്മളിവിടെ കണ്ട പോലെ സെർവേഴ്സിന്റെ സൈഡിൽ വെൽ നോൺ ആയിട്ടുള്ള പോർട്ടുകളാണ് മിക്കവാറും ഉപയോഗിക്കുക. കാരണം ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് റിക്വസ്റ്റ് വരുന്ന സമയത്ത് ക്ലയന്റുകൾക്കെല്ലാം അറിയുന്ന രീതിയിലുള്ള ഒരു അഡ്രസ് യൂസ് ചെയ്യുന്നതാണ്
കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. HTTP server uses 80, DHCP server uses 67, like that. Okay. ഇനി നമുക്ക് ഒരു ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ കണ്ട ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് എങ്ങനെയാണ് നെറ്റ്വർക്ക് ലെയറിലും കൂടെ കൺസിഡർ ചെയ്തിട്ട് പോകുന്നത് എന്നുള്ളത്. അതായത് ഇപ്പൊ ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞു 52,000 ആണ് അതിന്റെ പോർട്ട് നമ്പർ എന്ന് പറഞ്ഞു. പക്ഷെ ആ 52,000 എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ എവിടത്തേക്കാണ് 13 എന്ന് പറഞ്ഞ് എവിടത്തേക്കാണ് അത് പോകേണ്ടത്? 13 എന്ന് പറയുന്ന പ്രോസസ് വേറെ കുറെ എടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്ക് ലെയർ ആകുമ്പോഴത്തേക്ക് അതിന്റെ IP അഡ്രസ്സും കൂടെ അറ്റാച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ IP അഡ്രസ്സും അതിന്റെ പോർട്ട് നമ്പറും കൂടെ അതിന് കൃത്യമായിട്ട് ആ കറക്റ്റ് സെർവറിലുള്ള കറക്റ്റ് പ്രോസസ്സിൽ ഡെലിവറി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഈ IP അഡ്രസ് എന്ന് പറയുന്നത് ഏത് ഹോസ്റ്റ് ആണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, അതായത് ഏത് സെർവർ ആണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെർവറിന്റെ IP അഡ്രസ്, ഡെസ്റ്റിനേഷൻ IP അഡ്രസ്, പിന്നെ അതിന്റെ പോർട്ട് നമ്പറും കൂടെ അറ്റാച്ച് ചെയ്യും. സോ ഇവിടെ എത്തിക്കഴിഞ്ഞാല് കൃത്യമായിട്ട് ആ കറക്റ്റ് ഹോസ്റ്റിൽ എത്തും, സെർവറിൽ എത്തും ഈ IP അഡ്രസ് ഉപയോഗിച്ചിട്ട്. ഇനി IP അഡ്രസ്സിന്റെ കൂടെ തന്നെ പോർട്ട് നമ്പറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് റിസീവർ, അതായത് സെർവറിൽ അതിന്റെ പോർട്ട് നമ്പറും കൂടെ കറക്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പോർട്ട് നമ്പർ നോക്കിയിട്ട് അതിന്റെ ആ സെർവറിലുള്ള കറക്റ്റ് പ്രോസസ്സിന് ഡാറ്റ ഡെലിവറി ചെയ്യും. ഓക്കെ, ഇനി എന്താണ് സോക്കറ്റ് അഡ്രസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു ഒരു ഹോസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് IP അഡ്രസ്സും അതേപോലെ ആ ഹോസ്റ്റിൽ ഏത് പ്രോസസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോർട്ട് നമ്പർ യൂസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഇത് രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ പറയുന്ന പേരാണ് സോക്കറ്റ് അഡ്രസ് എന്ന് പറയുന്നത്. കോമ്പിനേഷൻ ഓഫ് IP അഡ്രസ് ആൻഡ് പോർട്ട് നമ്പർ. IP അഡ്രസ് എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മുടെ സെർവറിന്റെ അഡ്രസ് 200.23.56.8 ആണെന്ന് കരുതുക IP അഡ്രസ്. അത് കഴിഞ്ഞിട്ട് ഒരു കോളൻ ഇട്ടിട്ട് 69 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ IP അഡ്രസ് ഉള്ള ഹോസ്റ്റില് ഈ പ്രോസസ്സിന് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാം. സോ അങ്ങനെയാണ് ഒരു സോക്കറ്റ് അഡ്രസ് കൊടുക്കുന്നത്. കറക്റ്റ് ആ പ്രോസസ്സിലേക്ക് നമ്മൾ അയക്കുന്ന ഡാറ്റ എത്തും. സോ ഇറ്റ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് IP അഡ്രസ് ആൻഡ് പോർട്ട് നമ്പർ, എന്ത് സോക്കറ്റ് അഡ്രസ് എന്ന് പറയുന്നത്. സോ വൈ സോക്കറ്റ് അഡ്രസ് ഇസ് യൂസ്ഡ്? സോക്കറ്റ് അഡ്രസ് ഇസ് യൂസ്ഡ് ടു യൂണിക്ലി ഐഡന്റിഫൈ എ പ്രോസസ്. ഓക്കെ, ഒരു പ്രോസസ്സിനെ യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോക്കറ്റ് അഡ്രസ് യൂസ് ചെയ്യുന്നത്. സോ ടു യൂസ് ദ സർവീസസ് ഓഫ് ദ ട്രാൻസ്പോർട്ട് ലെയർ ഇൻ ദ ഇന്റർനെറ്റ്, എ പെയർ ഓഫ് സോക്കറ്റ് അഡ്രസ് ആർ നീഡഡ്, ദ ക്ലയന്റ് സോക്കറ്റ് അഡ്രസ് ആൻഡ് ദ സെർവർ സോക്കറ്റ് അഡ്രസ്. ഓക്കെ, അതായത് ഇന്റർനെറ്റിൽ ഒരു ക്ലയന്റ് സെർവർ പാരഡൈം ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്ത് സോക്കറ്റ് അഡ്രസ് വേണം? ക്ലയന്റിനും വേണം, സെർവറിനും വേണം. അപ്പോൾ സോക്കറ്റ് അഡ്രസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് IP അഡ്രസ് ആൻഡ് പോർട്ട് നമ്പർ. ആദ്യം IP അഡ്രസ് പറയും, അത് കഴിഞ്ഞിട്ട് ഒരു കോളൻ, അത് കഴിഞ്ഞിട്ട് എന്ത് പോർട്ട് നമ്പർ. ഇതാണ് ഒരു സോക്കറ്റ് അഡ്രസ്സിൽ വരുന്നത്. ഓക്കെ, സോ ദിസ് ആർ പാർട്ട് ഓഫ് നെറ്റ്വർക്ക് ലെയർ ആൻഡ് ട്രാൻസ്പോർട്ട് ലെയർ ഹെഡേഴ്സ്. അപ്പൊ ആ ഹെഡർ, നെറ്റ്വർക്ക് ലെയർ ട്രാൻസ്പോർട്ട് ലെയറിന്റെയും ഹെഡറിൽ എന്തുണ്ടാവും? ഈ പെർട്ടിക്കുലർ സോക്കറ്റ് അഡ്രസ് ഉണ്ടാവും. എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഇവിടുന്ന് അയക്കുന്ന ഒരു പാക്കറ്റ് കൃത്യമായിട്ട് ആ സെർവറിൽ എത്തുകയും അവിടുന്ന് തിരിച്ച് റിപ്ലൈ ചെയ്യാനും പറ്റും. സോ ഇഫ് ദ IP അഡ്രസ് ഇസ് ദിസ് ആൻഡ് പോർട്ട് നമ്പർ ഇസ് ദിസ്, socket address will be 223.56.8:69. Okay. So ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് എൻകാപ്സുലേഷൻ ആൻഡ് ഡീകാപ്സുലേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.